പോപ്പുലർ ലിറ്ററേച്ചർ പേപ്പറിലെ 3 സ്യൂട്ടേഴ്സ് ആൻഡ് സോംപ്രഭ എന്ന് പറയുന്ന കഥയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ 3 സ്യൂട്ടേഴ്സ് ആൻഡ് സോംപ്രഭ എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡ് അലോൺ സ്റ്റോറി അല്ല. ഇത് വിക്രമാദിത്യ കഥകളിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പോൾ വിക്രമാദിത്യനെ വേതാളത്തിനെ പറ്റിയിട്ടൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്നാലും നമുക്കൊന്ന് അതിൻ്റെ ചെറിയൊരു ജിസ്റ്റ് പറഞ്ഞു പോവാം. ദ മെയിൻ സ്റ്റോറി ഓഫ് വിക്രം ആൻഡ് വേതാൾ വിത്തിൻ which 24 other stories are set centers around the king Vikramaditya of Ujjain, who promises a tantric he will capture Vedal, a spirit or pishacha, and bring it to him. In return, the tantric promises to grant Vikram special powers for the prosperity of his kingdom. സോ ഈ വിക്രമാദിത്യ മഹാരാജാവ് എന്ന് പറയുന്നത് ഉജ്ജയിനിയിലെ രാജാവാണ്. വളരെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് നന്മകൾ ചെയ്യുന്ന എല്ലാ ജനങ്ങൾക്കും നന്മ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാജാവായിരുന്നു വിക്രമാദിത്യൻ. അപ്പോൾ ഒരു താന്ത്രികൻ, ഒരു വലിയൊരു മന്ത്രശക്തിയൊക്കെ ഉള്ളൊരു താന്ത്രികൻ, ഒരു സന്യാസി എന്ന് വേണമെങ്കിൽ പറയാം. പുള്ളി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോമിസ് കൊടുക്കും. ഒരു പിശാശ് അല്ലെങ്കിൽ ഒരു സ്പിരിറ്റ് ഉണ്ട് വേതാളം എന്ന് പറഞ്ഞിട്ട്, ആ വേതാളത്തിനെ പിടിച്ചുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ നാട്ടുകാരെ അല്ലെങ്കിൽ ആ കിങ്ഡത്തിന് എന്നെന്നും സന്തോഷത്തോടെ വയ്ക്കാനുള്ളൊരു വരം കൊടുക്കാമെന്ന് പറയും. സോ ആസ് ഐ സെഡ്, രാജാവ് നാട്ടുകാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രജകൾക്ക് വേണ്ടിയിട്ട് ക്ഷേമം മാത്രം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന രാജാവായിട്ട് അത് സമ്മതിക്കുകയും വേതാളത്തിനെ പിടിക്കാൻ പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളൊരു 24 കഥകൾ. അപ്പോൾ വിക്രമാദിത്യൻ്റെ വേതാളത്തിൻ്റെയും കഥ കൂടി ചേർത്ത് 25 കഥകളെന്നും പറയപ്പെടുന്നുണ്ട്. ഇത്രയും കഥകളുള്ള ഒരു കളക്ഷൻ ഓഫ് സ്റ്റോറീസാണ് വിക്രം വേതാള കഥകളെന്ന് പറയുന്നത്. ഇനി നമ്മുടെ വിക്രമാദിത്യ മഹാരാജാവ് വേതാളത്തിനെ പിടിക്കാൻ തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ വേതാളം ഒരു ഡിമാൻഡ് വയ്ക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് നറേറ്റ്സ് എ സ്റ്റോറി ദാറ്റ് എൻഡ്സ് വിത്ത് എ റിഡിൽ വിച്ച് വിക്രം ഹാസ് ടു ആൻസർ. സോ വേതാളം ഒരു കഥ പറയും. ആ കഥ അവസാനിക്കുമ്പോൾ ഒരു റിഡിൽ അല്ലെങ്കിൽ ഒരു ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിന് വിക്രമാദിത്യ മഹാരാജാവ് ആൻസർ പറയണം. ഇഫ് വിക്രം ആൻസേർഡ്, വേതാൾ വുഡ് എസ്കേപ്പ്, ബട്ട് ഇഫ് ഹി റിമെയിൻ സൈലൻറ്റ് ഹിസ് ഹേർട്ട് വുഡ് ബേസ്റ്റ്. സോ ഇതിൻ്റെ ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജാവിന് ആൻസർ അറിയാം പറഞ്ഞു കഴിഞ്ഞാൽ വേതാളം പിടിവിട്ട് തിരികെ കിടന്ന ആ മരത്തിലോട്ട് പോയി തലക്കീഴായിട്ട് തൂങ്ങിക്കിടക്കും. പക്ഷേ ആൻസർ അറിഞ്ഞിട്ടും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വിക്രമാദിത്യ മഹാരാജാവിൻ്റെ തല പൊട്ടിത്തെറിക്കും. ഇതാണ് അവസ്ഥ. അപ്പോൾ അങ്ങനെ ഈ വേതാളിന് പോകുന്നു. ഓരോ തവണ കഥ പറയുമ്പോഴത്തേക്കും വേതാളം തിരികെ പോകുന്നുണ്ട്, പിന്നെ വീണ്ടും പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. സോ രാജാവിൻ്റെ ഈ ഒരു പേഴ്സിവറൻസും അല്ലെങ്കിൽ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്യുന്ന ആ ഒരു മനസ്സ് കണ്ടിട്ട് വേതാളം ശരിക്കും ഒരു ഗുഡ് സ്പിരിറ്റ് ആയിരുന്നു, ആ ഒരു കാര്യം വെളിപ്പെടുത്തുകയും പറയുകയും ചെയ്യും. ഈ താന്ത്രികൻ അത്ര നല്ല വ്യക്തിയൊന്നുമല്ല. അയാൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വേതാളത്തിന് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ മഹാരാജാവിനെ കൊന്നു കളഞ്ഞിട്ട്, അതായത് വിക്രമാദിത്യ മഹാരാജാവിനെ കൊന്നു കളഞ്ഞിട്ട് ആ രാജ്യം കിട്ടണമെന്നുള്ളതാണ് ഈ പറഞ്ഞ താന്ത്രികൻ്റെ ലക്ഷ്യം എന്നുള്ളത് വെളിപ്പെടുത്തി കൊടുക്കും. അങ്ങനെ തിരികെ എത്തിയിട്ട് രണ്ടുപേരും ചേർന്ന് ആ താന്ത്രികനെ വകവരുത്തുകയും അതിനുശേഷം വേതാളത്തിന് തിരികെ പോകാൻ നമ്മുടെ രാജാവ് അനുവദിക്കുന്നുണ്ട്. പക്ഷെ ഒരു കണ്ടീഷൻ വയ്ക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും ഉജ്ജയിനി നഗരത്തിനൊരു പ്രശ്നം വരുമ്പോഴോ അല്ലെങ്കിൽ രാജാവിന് എന്തെങ്കിലും ഒരു സഹായം വേണ്ട ഒരു സമയത്ത് നമ്മുടെ വേതാളം തിരികെ എത്തി സഹായിക്കാം എന്നുള്ളൊരു ഒരു പാക്ട് വെച്ചിട്ടാണ് ഈ ഒരു കഥകൾ തീർന്നത്. അപ്പം അങ്ങനെ പല കഥകളും വേതാളം പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ ഇടയ്ക്ക്. അത്തരത്തിലുള്ള ഒരു കഥയാണ് 3 സ്യൂട്ടേഴ്സ് ആൻഡ് സോംപ്രഭ എന്ന് പറയുന്നത്. ഈ കഥ എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉജ്ജയിനി നഗരിയിൽ തന്നെയാണ് ഈ കഥ നടക്കുന്നത്. ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ രാജാവും നമ്മളെ ഭരിക്കാനുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സ് എല്ലാവരും ഉണ്ടെങ്കിലും ഒരു ഡീമനായിരുന്നു അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അവിടെ ഒരു ഡീമൻ ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് വരുന്നൊരു ക്യാരക്ടറാണ്, ഒരു മെയിൻ ക്യാരക്ടറാണ് ഹരിസ്വാമി എന്ന് പറയുന്നൊരു വ്യക്തി. ആ പുള്ളിക്കാരൻ ആരായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജാവിൻ്റെ ഒരു റോയൽ മെസ്സഞ്ചർ ആയിരുന്നു. അപ്പം നമ്മുടെ രാജാവിൻ്റെ ദൂതന്മാരെന്ന് പറയത്തില്ലേ, ഒരു സ്ഥലത്തു നിന്നും വേറൊരു സ്ഥലത്ത് പോയിട്ട് കാര്യങ്ങൾ അറിയിക്കേണ്ട അത്തരത്തിലുള്ള ഒരു ജോലിയുള്ള ഒരാളായിരുന്നു ഹരിസ്വാമി. ഇനി ഹരിസ്വാമിക്ക് ഒരു മോളുണ്ടായിരുന്നു, അതീവ സുന്ദരിയായിട്ടുള്ള പാട്ട്, കലകളിൽ, ഡാൻസിൽ, അങ്ങനെയെല്ലാം ഒത്തിരി കഴിവുകളുള്ള പഠിപ്പൊക്കെയുള്ളൊരു കുട്ടിയായിരുന്നു സോംപ്രഭയാണ് നമ്മുടെ ടൈറ്റിലാർ ക്യാരക്ടറായിട്ടുള്ള സോംപ്രഭ. അപ്പോൾ സോംപ്രഭയുടെ അച്ഛൻ്റെ പേരായിരുന്നു ഹരിസ്വാമി. ഒന്ന് പിക്ചറൈസ് ചെയ്ത് പഠിച്ചു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഉജ്ജയിനി നഗരത്തിനെ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഡീമൻ. നാട്ടിലെ രാജാവും ബാക്കി കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിലും ഇയാളാണ് ജനങ്ങളെ പേടിപ്പിച്ച് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മുടെ ഹരിസ്വാമിയുണ്ട്, റോയൽ മെസ്സഞ്ചറാണ് രാജാവിൻ്റെ. പുള്ളിക്കാരനൊരു മോളുണ്ട്, അതീവ സുന്ദരിയായിട്ടുള്ള വിവാഹപ്രായം എത്തിയൊരു മോളുടെ പേരായിരുന്നു സോംപ്രഭ. അപ്പോൾ സോംപ്രഭയോട് ഹരിസ്വാമി ഭാവി വരനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഭാവി ഭർത്താവിനെ പറ്റിയിട്ട് എന്തൊക്കെ ഡിമാൻഡുകളാണുള്ളത് അല്ലെങ്കിൽ എന്തൊക്കെ ആഗ്രഹങ്ങളാണുള്ളത്, വാട്ട് ഈസ് ഹർ വിഷ് എന്നുള്ളൊരു കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ സോംപ്രഭ 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, പഠിപ്പുള്ള ആളായിരിക്കണം.
2 ആർട്ടിസ്റ്റിക് പരമായിട്ടുള്ള കലാപരമായിട്ടുള്ളൊരു കഴിവുള്ള ആളായിരിക്കണം. 3 വളരെ ധൈര്യശാലിയായ ഒരാളായിരിക്കണം. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു വിഷ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷീ ഹാഡ് 3 വിഷസ് ഫോർ ഹർ ഫ്യൂച്ചർ ഹസ്ബൻഡ്. ഹി ഷുഡ് ബി എ ലേൺഡ് മാൻ, ആൻ ആർട്ടിസ്റ്റിക് മാൻ ആൻഡ് ഓൾസോ എ വാലറസ് ഓർ കറേജിയസ് മാൻ. ഇതെല്ലാം പറയുന്നത് നമ്മുടെ ഡീമൻ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. ഇത്രയും സുന്ദരിയായിട്ടുള്ളൊരു പെൺകുട്ടിയെ കണ്ടുമുട്ടിയപ്പോൾ തന്നെ ഡീമൻ ഉറപ്പിച്ചു, ഇവളെ ആർക്കും വിട്ടുകൊടുക്കത്തില്ല, ഞാൻ തന്നെ കല്യാണം കഴിക്കും എന്നൊരു മൈൻഡ് ഡീമൻ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ നമ്മുടെ ഹരിസ്വാമി ഉണ്ടല്ലോ, ഹരിസ്വാമി റോയൽ മെസ്സഞ്ചറാണേ, വേറൊരു സ്ഥലത്ത് പോയിട്ട് ഒരു മെസ്സേജ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിക്ക് ഒരു കൂട്ടം റോബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചുപറിക്കാർ അല്ലെങ്കിൽ കൊള്ളക്കാർ വന്ന് ഇവരെ ഉപദ്രവിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ അതിൽ അകപ്പെട്ടു പോയ ഹരിസ്വാമിയുടെ കൂടെ പോയ മെസ്സഞ്ചേഴ്സിൻ്റെ ടീമിനെ വീർ സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു യോദ്ധാവ് വന്ന് രക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും ധൈര്യപരമായിട്ടുള്ളൊരു മുന്നേറ്റം കാഴ്ചവെച്ച വീർ സിംഗിനെ അപ്പം തന്നെ നമ്മുടെ ഹരിസ്വാമിക്ക് ഇഷ്ടപ്പെടുകയും ഹരിസ്വാമി ഒരു മാരേജ് പ്രപ്പോസൽ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. എനിക്കൊരു സുന്ദരിയായ ഒരു മകളുണ്ട്, അവളെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വീർ സിംഗ് ഓക്കെ പറയുന്നുണ്ട്. ഇന്ന ദിവസം നമുക്ക് കല്യാണം സെറ്റ് ചെയ്യാൻ ഒരു ഡേറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇവർ പിരിഞ്ഞു പോകുന്നുണ്ട്. അതേസമയം സോംപ്രഭയുടെ ഈ ഒരു ഭംഗി നാട് ഫുള്ള് അറിഞ്ഞ് എല്ലാവരും അറിയുന്നുണ്ട്. അപ്പോഴേക്കും വളരെ പഠിത്തമുള്ള ഒരു ലേൺഡ് ആയിട്ടുള്ളൊരു പോയറ്റ് വീട്ടിൽ വന്ന് ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന സോംപ്രഭയുടെ അമ്മയോട് മകൾക്കൊരു വെഡ്ഡിങ് പ്രപ്പോസൽ മുന്നോട്ട് വയ്ക്കാൻ താല്പര്യമുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമ്മ നോക്കിയപ്പോഴത്തേക്കും വളരെ നല്ലൊരു പയ്യനാണ്, പഠിപ്പുള്ള ഒരാളാണ്, മാത്രമല്ല ഒരു കവിയും കൂടെയാണ്. അപ്പോൾ എൻ്റെ മോൾക്ക് ചേരുന്നൊരു ബന്ധമാണല്ലോ എന്ന് ഓർത്തിട്ട് അമ്മയും ഇന്ന ദിവസം വരൂ, നമുക്ക് തീരുമാനിക്കാം, കല്യാണം നടത്താം എന്ന് പറഞ്ഞിട്ട് അയാളെയും അന്നേ ദിവസം എത്താൻ വേണ്ടി പറഞ്ഞ് നമ്മുടെ പോയിറ്റിനെയും തിരികെ വിടുകയാണ്. ഇനി സോംപ്രഭയ്ക്ക് ഒരു സഹോദരനുണ്ട്. പുള്ളി ആദ്യമേ പറയുന്നുണ്ട്, കഥ തുടങ്ങുന്ന സമയത്ത് തന്നെ പറയുന്നുണ്ട്, സോംപ്രഭ വളരെ ഒരു വികൃതി കുട്ടിയാണ്, അല്ലെങ്കിൽ എപ്പോഴും ഡാൻസ് കളിക്കുക, പാട്ട് പാടുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാരണം പഠിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പരാതി പറയുന്നൊരു ബ്രദറുണ്ട്. അപ്പോൾ ബ്രദർ ഒരാളെ കണ്ടുമുട്ടുവാണ്. അതൊരു ആർട്ടിസനാണ്. അയാൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലൈയിങ് ചാരിയറ്റ്, അതിൻ്റെ ഒരു മെറ്റീരിയൽ കൊടുത്തപ്പോൾ കിട്ടിയൊരു രൂപമാണത്. ഫ്ലൈയിങ് ചാരിയറ്റ് വരെ നിർമ്മിച്ച ഒരു ആർട്ടിസനാണ്. അപ്പോൾ ബ്രദറിന് തോന്നി എൻ്റെ സഹോദരിക്ക് ഇയാൾ ചേരുമല്ലോ എന്ന് തോന്നിയിട്ട് ഈ ആർട്ടിസനോട് ഒരു മാരേജ് പ്രപ്പോസൽ അങ്ങോട്ട് വയ്ക്കുവാണ്. അപ്പോൾ ആർട്ടിസനും ഓക്കെ പറയുന്നുണ്ട്. ഇനി ഇതിൻ്റെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ 3 പേര് ഇപ്പോൾ 3 വരന്മാരെ എന്ത് ചെയ്യുന്നുണ്ട്, സെലക്ട് ചെയ്തിട്ട് ഡേറ്റ് കൊടുക്കുന്നുണ്ട്. ഈ ഡേറ്റ് ഒരേ ദിവസം. കോയിൻസിഡൻസ്ലി ഓൾ ദീസ് 3 suitors ആർ പ്ലാനിങ് ടു മാരി സോംപ്രഭ ഓൺ ദ വെരി സെയിം ഡേറ്റ്. എല്ലാവർക്കും ഒരേ ഡേറ്റാണ് കിട്ടിയിട്ടുള്ളത്. മാത്രമല്ല ഓൾറെഡി പറഞ്ഞു ഡീമനും എന്ത് ചെയ്യുന്നുണ്ട്, സോംപ്രഭേനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ആ വിവാഹ ദിവസം വന്നെത്തി. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ വിവാഹ ദിവസം ഈ ഡീമൻ സോംപ്രഭേനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട്, കണ്ടാൽ തന്നെ പേടി തോന്നുന്ന ഈ ഡീമൻ സോംപ്രഭേനെയും കൊണ്ട് കടന്നു കളഞ്ഞു. ആ സമയത്തേക്കും നമ്മുടെ ഈ 3 സ്യൂട്ടേഴ്സ് അവിടെ എത്തുന്നുണ്ട്. അപ്പോൾ അവരെത്തിയ ഉടനെ ഈ കാര്യങ്ങൾ അറിയുന്നുണ്ട്, സോംപ്രഭേനെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് എന്ന് അറിയുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വീർ സിംഗും നമ്മുടെ പോയറ്റും ഈ ചാരിറ്റുള്ള ആർട്ടിസനും 3 പേരും കൂടി എന്താ ചെയ്യുക എന്ന് ആലോചിക്കുമ്പോഴത്തേക്കും ആർട്ടിസൻ ഉടനെ പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ ഒരു ചാരിയറ്റ് ഉണ്ടല്ലോ, നമുക്കതിൽ കയറിയിട്ട് ഈ രഥത്തിൽ കയറി പറന്ന് ഡീമനുള്ള സ്ഥലത്ത് പോയിട്ട് അവളെ തിരികെ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് ഇവർ പോകുന്നുണ്ട്. അപ്പോൾ തന്നെ പോയിട്ടും കൂടെ പോകുന്നുണ്ട്, വീർ സിംഗും പോകുന്നുണ്ട്. അവസാനം ഇവർ ചാരിയറ്റ് ഫ്ലൈ ചെയ്ത് ഡീമൻ്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്. പക്ഷേ ഡീമൻ്റെ കാര്യമുള്ള രാക്ഷസനാണ്, എന്ത് വേണേലും സംഭവിക്കാം, ആൾക്കാരെ കൊല്ലാനുള്ള പവർ വരെ ഉള്ള ആളാണ് ഡീമൻ. ഈവൻ അവിടെ ഒരു രാജാവ് ഉണ്ടായിരുന്നിട്ട് പോലും വളരെ രാജാവിനെയൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ട് റൂൾ ചെയ്യുന്ന ഒരാളാണല്ലോ ഡീമൻ. സോ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും പോയറ്റിനും പേടിയായി, നമ്മുടെ ചാരിറ്റുള്ള ആർട്ടിസ്റ്റിനും പേടിയായിപ്പോയി. വീർ സിംഗ്, നമ്മുടെ വാരിയർ ആയിട്ടുള്ള വീർ സിംഗ് മാത്രം മുന്നോട്ട് നിന്ന് ഡീമനുമായിട്ട് ഫൈറ്റ് ചെയ്ത് സോംപ്രഭേനെ കൊണ്ടുവരുവാണ്. അങ്ങനെ വളരെ വാലറസ്ലി വീർ സിംഗെ ഫൈറ്റ് ചെയ്ത് അവസാനം സോംപ്രഭേനെ ആ ഒരു കിഡ്നാപ്പിൽ നിന്നും വിടിയിച്ച് കൊണ്ടുവരുവാണ്, റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരുവാണ്. പക്ഷേ തിരികെ എത്തിയപ്പോഴത്തേക്കും 3 സ്യൂട്ടേഴ്സും എന്താ പറയുന്നത്, അവരെല്ലാവരും പറയുന്നത് ഇത് അവരുടെ ബ്രൈഡാണ്, സോ വി ഓൾ ഹാവ് എ ക്ലെയിം ഓവർ ഹർ എന്ന് പറഞ്ഞിട്ട് അവർ പരസ്പരം തർക്കിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ ഈ കഥ നിർത്തിയിട്ട് നമ്മുടെ വേതാളം വിക്രമാദിത്യ മഹാരാജാവിനോട് ചോദിക്കുന്ന റിഡിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഇതാണ്, ഹൂ സോംപ്രഭ ഷുഡ് മാരി. ഈ 3 പേര്, ഇപ്പം എന്തായാലും 3 പേരും ഡീമൻ്റെ കോട്ട വരെ അവൾക്ക് വേണ്ടി അവിടെ എത്തിയവരാണ്. സോ ആർക്കാണ് സോംപ്രഭേനെ കല്യാണം കഴിക്കാനുള്ള യോഗ്യതയുള്ളത് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അപ്പം വിക്രമാദിത്യ മഹാരാജാവിന് ഓൾറെഡി ആൻസർ അറിയാമായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ആൻസർ പറയുന്നുണ്ട്, വീർ സിംഗ് ആണ് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹസ്ബൻഡ്, ബിക്കോസ് ഹി ഹാസ് ദി ബ്രേവറി ആൻഡ് ദി എബിലിറ്റി ടു പ്രൊട്ടക്റ്റ് ഹർ എന്ന് പറയുന്നുണ്ട്. അതാണ് ഒരു മനുഷ്യനിൽ അല്ലെങ്കിൽ ഒരു പുരുഷൻ സ്വന്തം വൈഫിനോട് പുരുഷൻ കാണിക്കേണ്ട ക്വാളിറ്റി അതാണെന്നാണ്
വിക്രമാദിത്യൻ പറയുന്നത് എന്തായിരുന്നു ആ ക്വാളിറ്റി? ബ്രേവറിയും എബിലിറ്റി ടു പ്രൊട്ടക്റ്റ് ഹെർ. ധൈര്യവും വേണം, അവളെ സംരക്ഷിക്കാനുള്ളൊരു കഴിവും വേണം. ഇനിയിപ്പോൾ മനുഷ്യനെന്നല്ല, ഒരു രാക്ഷസൻ വന്ന് അവളെ കൊണ്ടുപോയാൽ പോലും അവിടെ എത്തി അവളെ തിരികെ കൊണ്ടുവരാൻ പറ്റുന്ന അത്രയും ഒരു കറേജുള്ള ആളായിരിക്കണം അവളുടെ ഭർത്താവെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ വേതാളം എന്ത് ചെയ്യുന്നുണ്ട്? തിരികെ പറന്നു പോകുന്നുണ്ട്. ബിക്കോസ് ദാറ്റ് വാസ് ദി റൈറ്റ് ആൻസർ. സോ ഇവിടെയാണ് ആ കഥ തീരുന്നത്. നമുക്കിനി ഇതിൻ്റെ തീംസ് ഒന്ന് നോക്കിപ്പോവാം. കുറച്ചേ ഉള്ളൂ, ചെറിയ കഥയാണല്ലോ, അപ്പോൾ കുറച്ച് തീംസേ ഉള്ളൂ. ബ്രേവറി ആസ് ദ സുപ്രീം വിർച്യൂ. അപ്പോൾ നമ്മൾ കഥയിൽ തന്നെ അവസാനം പറയുന്നത് കറേജും എബിലിറ്റി ടു പ്രൊട്ടക്റ്റ്, ഇത് രണ്ടുമാണ് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ക്വാളിറ്റീസ്. സോ ഈ ഒരു ബ്രേവറി അല്ലെങ്കിൽ ധൈര്യം എന്ന് പറയുന്നതാണ് മനുഷ്യന് ഏറ്റവും വേണ്ട ഒരു ക്വാളിറ്റി എന്നൊരു തീം പറയും. രണ്ടാമത്തെ തീം എന്ന് പറയുന്നത് ഡെസ്റ്റിനി ആൻഡ് ജസ്റ്റിസ്. ഫെയ്റ്റ് plays a crucial role in determining the rightful husband, reinforcing the idea that justice aligns with the natural order. സോ ഇവിടെ ഇപ്പോൾ ഈ 3 പേരും വന്നു, ഒരേ ദിവസം വന്നു. സോംപ്രഭയ്ക്ക് ജസ്റ്റ് കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരാളെ കല്യാണം കഴിക്കാൻ ചൂസ് ചെയ്യാമായിരുന്നു. പക്ഷേ വിധി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെസ്റ്റിൻ്റെ രൂപത്തിൽ ശരിക്കും യോഗ്യനായ ഭർത്താവ് ആരാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരം തന്നെ മുന്നോട്ട് വെച്ചു. അപ്പോൾ ആ ഒരു വിധി നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് കിട്ടേണ്ട ജസ്റ്റിസ്, നമുക്ക് ഫെയർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുക്കാനുള്ളൊരു സപ്പോർട്ട് വിധി തന്നെ നമുക്ക് തരും എന്നൊരു തീം വരുന്നുണ്ട്. ദെൻ മെറിറ്റ് വേഴ്സസ് ഡിസയർ. While Somprabha desires a husband with multiple qualities, the story shows that true merit is revealed in moments of crisis. സോ ഇപ്പോൾ തുടക്കത്തിൽ സോംപ്രഭ 3 കണ്ടീഷനുള്ളൊരു ഹസ്ബൻഡിനെ വേണം, ഇങ്ങനെയൊക്കെ ആയിരിക്കണം എൻ്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞു. പക്ഷെ അവസാനം എന്തിലോട്ട് പോയി? ഒരാളിനുള്ള മെറിറ്റ്, ട്രൂ മെറിറ്റ് എന്ന് പറയുന്നത്, ശരിക്കുള്ള കഴിവെന്ന് പറയുന്നത് ഒരു മൊമെൻറ്റ് ഓഫ് ക്രൈസിസിൽ, ഒരു അപകടകരമായിട്ടുള്ള ഒരു അവസരത്തിൽ വെച്ചായിരിക്കും ഒരു യഥാർത്ഥ മനുഷ്യൻ്റെ രൂപം പുറത്തോട്ട് വരുന്നത്. ഇപ്പോൾ ചാരിയറ്റ് പറപ്പിച്ച് അവിടെ എത്തിയെങ്കിലോ അല്ലെങ്കിൽ ഇവളുടെ ഭംഗിനെ പ്രകീർത്തിച്ചുകൊണ്ട് കവിത എഴുതിയാലോ അതൊന്നുമല്ല. ശരിക്കും ഒരു അപകടമുള്ള സമയത്ത് എങ്ങനെയാണ് അവളെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത്, അതാണ് പ്രധാനപ്പെട്ട കാര്യം എന്നാണ് അവസാനം റിവീൽ ആവുന്നത്. വിസ്ഡം ആൻഡ് ജഡ്ജ്മെൻറ്റ്. വിക്രംസ് ഡിസിഷൻ റിഫ്ലെക്ട്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വിസ്ഡം ഇൻ മേക്കിംഗ് ഫെയർ ആൻഡ് റാഷണൽ ചോയ്സസ്. സോ അതാണ് നമ്മുടെ വിക്രമാദിത്യന് ഇവിടെ ആ ഒരു ചിന്ത, എന്താണ് ഇവിടെ വേണ്ടിയിരുന്നത് എന്നുള്ള റൈറ്റ്ഫുൾ ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നൊരു വിസ്ഡമുള്ള രാജാവായിരുന്നു വിക്രമാദിത്യ രാജാവ്. അതും ഒരു തീമായിട്ട് വരുന്നുണ്ട്. ബിക്കോസ് വിക്രമാദിത്യൻ ആഫ്റ്റർ ഓൾ ഗേവ് ദ കറക്റ്റ് ആൻസർ. ദ സൂപ്പർ നാച്ചുറൽ ആസ് എ മോറൽ ടെസ്റ്റ്. The demon's intervention tests the suitors, proving who is truly worthy of Somprabha. സോ ഒരു സൂപ്പർ നാച്ചുറൽ തിങ്ങാണല്ലോ. ഇപ്പം നമ്മൾ ഡീമൻ എന്ന് പറയുന്നതാവട്ടെ, ഇതൊന്നും മനുഷ്യനല്ലല്ലോ. ഒരു മോൺസ്റ്റർ എന്ന് പറയുന്നത് ഇടയിൽ കയറി വന്നിട്ട് ഒരു കൃത്യമായിട്ട് സോംപ്രഭയ്ക്ക് മുന്നിൽ പ്രൂവ് ചെയ്ത് കൊടുക്കുവാണ് ആരാണ് ഇവൾക്ക് പറ്റിയ ഹസ്ബൻഡ് എന്നുള്ളൊരു പ്രൂഫ് അവിടെ കൊടുക്കുവാണ്. സോ ഇത്രയും തീംസാണുള്ളത്. ചെറിയൊരു സ്റ്റോറി. സോംപ്രഭയ്ക്ക് ഉണ്ടായിരുന്ന, നമ്മുടെ ടൈറ്റിൽ തന്നെ പറയുന്നുള്ളൂ, 3 സ്യൂട്ടേഴ്സ് ആരൊക്കെയായിരുന്നു, എന്തൊക്കെയായിരുന്നു അവരുടെ കഴിവ് എന്നുള്ളത് ഒന്ന് നല്ലപോലെ നോക്കി വെച്ചോണം. ഒരു സ്യൂട്ടറായിരുന്നു വീർസിംഗ്, അതൊരു വാരിയർ ആയിരുന്നു. ഇനിയൊരു സ്യൂട്ടർ ഉണ്ടായിരുന്നു എ പോയറ്റ്. ദെൻ വി ഹാവ് ആൻ ആർട്ടിസൻ ഹൂ മെയ്ഡ് എ ഫ്ലൈയിങ് ചാരിയറ്റ്. വളരെ എളുപ്പമുള്ളൊരു കഥയാണ്, നോക്കി വെച്ചേക്കുക. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ് ദിസ്. താങ്ക് യു.